കോഴിക്കോട് നിലമ്പൂർ റൂട്ടിൽ കെ.എസ്.ആർ.ടി.സി ബസ്സുകൾ ഓടാത്തതും ട്രിപ്പ് മുടക്കലും പതിവായതോടെ യാത്രക്കാർ ദുരിതത്തിൽ. ഇനിയും പുതിയ സർവീസുകൾക്ക് സാധ്യതയുള്ള റൂട്ട് ആയിരുന്നിട്ടും നിലവിലുള്ള സർവീസുകൾ വരെ കൃത്യമായി ഓടിക്കുന്നില്ലെന്നാണ് യാത്രക്കാർ പറയുന്നത്. കോഴിക്കോട് നിലമ്പൂർ റൂട്ടിൽ കെ.എസ്.ആർ.ടി.സി ബസ്സുകൾ ഓടാത്തതും ട്രിപ്പ് മുടക്കലും പതിവായതോടെയാണ് യാത്രക്കാർ ദുരിതത്തിലായത്. ഊട്ടി കോഴിക്കോട് ഹ്രസ്വദൂര പാതയിലാണ് കെ.എസ്.ആർ.ടി.സി ബസ്സുകൾ സർവീസ് മുടക്കുന്നത്. ഇനിയും പുതിയ സർവീസുകൾക്ക് സാധ്യതയുള്ള റൂട്ടായിരുന്നിട്ടും നിലവിലുള്ള സർവീസുകൾ വരെ കൃത്യമായി ഓടിക്കുന്നില്ലെന്നാണ് യാത്രക്കാർ പറയുന്നത്. പല സർവീസുകളും സ്ഥിരമായി ഞായറാഴ്ചകളിലും മറ്റു പൊതു അവധി ദിവസങ്ങളിലും ഓടാറില്ല. ഇതിനു പുറമെ ഓരോ കാരണങ്ങൾ പറഞ്ഞ് മറ്റ് ദിവസങ്ങളിലും ട്രിപ്പ് മുടക്കലും പതിവാണ്. നല്ല കളക്ഷനുള്ള സർവീസുകളാണ് ഇങ്ങനെ മുടക്കുന്നത്. കോഴിക്കോട് നഗരം മെഡിക്കൽ കോളേജ്, MVR ക്യാൻസർ സെൻ്റർ പോലുള്ള സ്ഥാപനങ്ങളിലേക്ക് മലപ്പുറത്തിൻ്റെ കിഴക്കൻ മലയോര മേഖലയിൽ നിന്നുള്ള എളുപ്പവഴിയായതിനാൽ അവശ്യ സർവീസായി സ്ഥിരമായി ഓടിക്കേണ്ട സർവീസുകളാണെല്ലാം. നിലമ്പൂർ മുതൽ എടവണ്ണ വരെ നോട്ടിഫൈഡ് റൂട്ടായതിനാൽ കെ.എസ്.ആർ.ടി.സി മാത്രമാണ് ഇതിലെയുള്ള യാത്രക്കാർക്ക് ഏക ആശ്രയം. ജനസാന്ദ്രത വളരെ കൂടിയ മേഖലകളിലൂടെ പോകുന്ന ഈ സർവീസുകൾ മുടക്കുന്നത് കാരണം കാത്തു നിൽക്കുന്ന നിരവധി യാത്രക്കാർ പെരുവഴിയിലാവുന്നുണ്ട്. നിലവിൽ നിലമ്പൂർ ഡിപ്പോയിൽ നിന്ന് മാത്രമാണ് ഈ വഴി സർവീസുകൾ നടത്തുന്നത്. കോഴിക്കോട്, മലപ്പുറം, തിരുവമ്പാടി ഡിപ്പോകൾക്ക് സർവീസ് നടത്താമായിരുന്നിട്ടും അവർ ആരും ഈ സർവീസ് ഓടിക്കുന്നില്ലെന്നും യാത്രക്കാർ പറയുന്നു. ധാരാളം ആളുകൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന രാവിലെ 8:30 നിലമ്പൂർ അരീക്കോട് ചെറുവാടി വഴി കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്നതും വൈകിട്ട് 5 മണിക്ക് കോഴിക്കോട് നിന്ന് ആരംഭിച്ച് ചെറുവാടി അരീക്കോട് നിലമ്പൂർ വഴി ഓടുന്നതുമായ ബസ് ഈ ആഴ്ച വെറും 2 ദിവസം മാത്രമാണ് ഓടിയത്. യാത്രക്കാർ സ്ഥിരമായി ഡിപ്പോയ്ക്ക് വിളിച്ച് പരാതി പറഞ്ഞിട്ടും നടപടികൾ ഉണ്ടാവുന്നില്ല. സ്വകാര്യ ബസ് ഉടമകളുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണോ കളക്ഷനുള്ള സർവീസുകൾ മുടക്കുന്നതെന്ന് സംശയിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നതെന്നും യാത്രക്കാർ പറയുന്നു. റൂട്ടിൻ്റെ സാധ്യത മുന്നിൽ കണ്ട് നിലവിലെ സർവീസുകൾ കൃത്യമായി എല്ലാ ദിവസവും ഓടിക്കാനും പുതിയ സർവീസുകൾ ആരംഭിക്കാനും നടപടികൾ ഉണ്ടാവണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം. ഫസൽ ബാബു, ന്യൂസ് ബ്യൂറോ, മുക്കം.